ഹലോ ഫ്രണ്ട്സ്, ഹായ്. ഞാനിന്ന് പുതിയൊരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ വീഡിയോയുടെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു ലോഗോ, നമുക്കതിൽ തന്നെ നമ്മുടെ വീഡിയോയുടെ ഏറ്റവും ടോപ്പിൽ മൂവ്മെൻ്റ് ആവുന്ന ഒരു ട്യൂട്ടോറിയൽ, അതായത് മൂവ്മെൻ്റ് ആവുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പം ഞാനിന്ന് നിങ്ങൾക്കത് പറഞ്ഞുതരാൻ പോകുന്നത് എഡിയൂസ് 6 എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഞാനിതിൽ ഉപയോഗിക്കുന്നത്, കാണിക്കുന്നത്. എഡിയൂസിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ന്യൂ പ്രോജക്റ്റാണ് ഞാൻ കൊടുക്കുന്നത്. ഞാനിതിൻ്റെ റെസൊല്യൂഷൻ എല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 1920 പ്ലസ് 1080 എന്ന ഫോർമാറ്റിലാണ് ഞാനിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഇതാണ് അതിൻ്റെ എഡിയൂസിൻ്റെ ഒരു ടേബിൾ, എഡിറ്റിംഗ് ടേബിൾ വരുന്നത് ഇങ്ങനെയാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് ഏതാണോ നമുക്ക് നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടിരിക്കുന്ന, ഞാനിപ്പോൾ എൻ്റെ ചാനലിൻ്റെ ആപ്സ് എന്ന് ഞാൻ ചെയ്തിട്ടിരിക്കുന്ന ഒരു ലോഗോയാണ് ഞാൻ ഇതിൽ മൂവ്മെൻ്റ് ചെയ്യാൻ കാണിക്കുന്നത്. ഞാനത് എടുത്തു. അടുത്ത് നമ്മൾ ഏത് ഒരു വീഡിയോ, അതായത് നമുക്കിപ്പോൾ ഏത് വീഡിയോ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കാണിച്ചു തരുന്നത്. നമുക്ക് നോക്കാം. നമ്മൾ ചെയ്തിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ചാനലിന് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു ആഡ് ലോഗോ, അതിന് നമ്മൾ കൊണ്ടുവന്ന് ഇതിൻ്റെ മേഖലയിൽ ഇവിടെ ഇങ്ങനെ പാൻ ചെയ്ത് വയ്ക്കുക. ഓക്കെ, നമ്മൾ പാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഓക്കെ, കണ്ടല്ലോ, ഇങ്ങനെയല്ലേ നിൽക്കുന്നത്. അപ്പം നമുക്കിതിനെ നമ്മുടെ ചെയ്ത് നമുക്കിതിനെ നോക്കുക. നമ്മളെ നിൽക്കുന്നത് പൊസിഷനാണ്, ഏതൊക്കെയാണ് നമ്മളെ എല്ലാം 0 ആണ്, 100 ഉണ്ട്, ബാലൻസ് ഒക്കെ 0 ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കുക. നമ്മൾ നോക്കിയിട്ട് ഇതിനെ അടുത്ത് ചെയ്യേണ്ടത്, നമ്മളിത് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എഫക്ട്സിൽ പോവുക. എഫക്ട്സ് കാണുന്നുണ്ടോ? എഫക്ട്സിൽ പോയിട്ട് അതിൽ കീസ് എന്നുള്ള കീ പ്രസ് ചെയ്യുക. ഇതിനകത്ത് 3D എന്ന് പറയണമെന്നും ഒന്ന് പേ ചെയ്ത് നമ്മൾ ഇതിൽ കൊടുക്കുക. അപ്പോൾ അതായത് ഇവിടെ 3D കണ്ടോ, നമ്മൾ നേരത്തെ നിന്നത് മാറി ഇവിടെ 3D ആയിട്ടുണ്ട്. അപ്പോൾ ആ 3D നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്കൊരു ഓപ്ഷൻ കാണും. അപ്പോൾ ഈ ഓപ്ഷനിൽ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഓപ്ഷനിൽ നിന്ന് നേരെ നമുക്കിപ്പം ഇപ്പം നമ്മുടെ പ്രൊഫൈൽ, നമ്മുടെ പ്രൊഫൈൽ വലുതായിട്ടാണ് നമ്മളിപ്പം നമ്മളെ ഇത് കാണുന്നത്, നമ്മുടെ ലോഗോ. അപ്പോൾ നമുക്ക് അതിനെ ചെറുതാക്കണം. അതാണ് അടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം. അതിൽ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കതിനെ ചെറുതാക്കാം. ഉണ്ടോ, നമുക്ക് ചെറുതാക്കിയിട്ട് ഇതിന് ചെറുതാക്കിയിട്ട് ഇതിൻ്റെ മേളിലത്തിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിനെ എങ്ങോട്ടെന്ന് വെച്ചാൽ അവിടെ കൊണ്ട് നമ്മളിങ്ങനെ വയ്ക്കുക. ഓക്കെ, വയ്ക്കുമ്പോൾ നമുക്ക് നമുക്ക് അല്പം ചെറുതാക്കണമെന്ന് തോന്നണമെങ്കിൽ നമ്മളൊന്നുകൂടി വന്നിട്ട് കുറച്ചുകൂടി നമ്മൾ എന്ത് ചെയ്യണം, ചെറുതാക്കുക. ഓക്കെ, ചെറുതാക്കുക. ഇപ്പോൾ നമ്മൾ നീക്കുക. അപ്പം ഇതിപ്പം നമുക്ക് നീങ്ങി കഴിഞ്ഞില്ലോ. ഇനി നമ്മളിതിനെ ഓക്കെ കൊടുക്കുക.
ഓക്കെ. ഇനി നമ്മളിതിനെ ഇതിൻ്റെ സെൻറ്ററിൽ വന്നിട്ട് ഇത് പോവുക. കണ്ടല്ലോ നമ്മുടെ നിൽക്കുന്നുണ്ടല്ലോ. ഇവിടെ നമ്മൾ 2G ആണെങ്കിൽ അതിനെ 3D ആക്കുക. ഓക്കെ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓപ്ഷൻസ് ഇവിടെ നോക്കുക. നമ്മൾ നോക്കുമ്പോഴറിയാലോ റൊട്ടേറ്റ് ഉണ്ടല്ലോ. റൊട്ടേറ്റിൽ ക്ലിക്ക് ചെയ്യുക. ആ റൊട്ടേറ്റിൽ നമ്മൾ താഴെ നോക്കുക എന്തൊക്കെയുണ്ട് ഉണ്ടല്ലോ. ഇപ്പം ഞാൻ ക്ലിക്ക് ചെയ്തു. നമുക്കിപ്പം ഇതിൽ Y മാത്രം ചെയ്താൽ നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് നമ്മളിതിനെ മേക്കിംഗ് അറ്റത്ത് കൊണ്ടുവരിക. എന്നിട്ട് ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. കണ്ടല്ലോ, നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ഇതുപോലൊരു ഇത് വരും. ഇതിനെ നമുക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ട് എങ്ങോട്ട് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. കണ്ടല്ലോ, മൂവിങ് ആവുന്നുണ്ടല്ലോ. നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കറക്റ്റായിട്ട് മൂവിങ് ചെയ്യുമ്പോൾ ഈ ഫങ്ഷൻ്റെ ഈ ബാലൻസാണ് നമ്മളെ ഈ മൂവ്മെൻറ്റിൽ കറക്റ്റായിട്ട് മൂവ്മെൻ്റ് ആവുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ശരി, അപ്പോൾ നമുക്കിത് മൂവ്മെൻറ്റിന് ചെയ്യാൻ നമുക്ക് നോക്കാം. നമ്മളിപ്പം ഏറ്റവും ടോപ്പിലാണ് ഇതിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഭാഗത്തെ പയ്യെ ഇവിടെ നമ്മൾ ഇത് കൊണ്ടുവരണം. ഓക്കെ. ഇവിടെ നിന്ന് പയ്യെ ഇതിനെ ബാലൻസ് ചെയ്ത് എന്നിട്ട് ഈ ഭാഗത്തെ ചെറുതായിട്ട് നമ്മൾ ഹൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഹൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോറി, അത് നമ്മൾ ചെയ്യുന്ന ചെറിയൊരു ഓക്കെ. ഓക്കെ, നമുക്കിങ്ങനെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഓപ്ഷൻ്റെ പ്ലേ ചെയ്യുക. ഓക്കെ, ഇപ്പം മൂവ്മെൻ്റ് ആവുന്നുണ്ട്. ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്കിപ്പം നമ്മൾ ഈ ഫ്രണ്ടിൽ നിന്ന് ഇപ്പം നമ്മൾ നോക്കുക, നമ്മൾ ഈ ഫസ്റ്റ് ഇടുമ്പോൾ ഈ ഫ്രണ്ടിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇത് പല ഓപ്ഷൻസും ഉണ്ട്. കാരണം വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ്മെൻ്റ് ആയി ഇങ്ങോട്ട് പോകുന്നത് ഇവിടെയാണ് ക്ലിയർ ചെയ്യേണ്ടത്. കാരണം ഇതിനകത്ത് ഈ മൈനസ് പ്ലസ് എന്നുള്ള പറ്റില്ല. നമ്മൾ ഇതിപ്പം മൈനസായി കിടക്കുമ്പോഴാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ പ്ലസ് ചെയ്തിപ്പോൾ ഞാൻ വെച്ചിരിക്കുക. ഇപ്പം കണ്ടല്ലോ, ഈ ഒരു ഷേപ്പിലായിരിക്കും ഇതിന്. ഇപ്പം ഇവിടുന്ന് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് അവിടെ നിന്ന് മാത്രമേ കറങ്ങത്തുള്ളൂ, ഇവിടുന്ന് ഫ്രണ്ടിലോട്ട് പോകത്തില്ല. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടത് ഈ ബട്ടൺ, ഇവിടുത്തെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ കണ്ടല്ലോ, മൈനസ് പ്ലസ് എന്നുള്ളത്. നമ്മളിപ്പം പിന്നെ ഇതിൻ്റെ ഫുൾ സ്ക്രീനിൻ്റെ സൈഡിലേക്കാക്കി നമ്മളിപ്പോൾ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിവിടെ ഈ ടേബിളിലാണ് അത് ചെയ്യേണ്ടത്. അതുകൊണ്ടതൊന്ന് ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഞാനതിപ്പോൾ പറഞ്ഞു തന്നത്. ഓക്കെ, ശരി. അപ്പം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ട് വന്നത് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം നമ്മൾ ഇവിടെ ഇപ്പം പ്ലേ ചെയ്യുമ്പോൾ ഓക്കെ റൊട്ടേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇത് വന്നിട്ട് നമുക്ക് ഇതിൻ്റെ നമ്മളിപ്പം ഈ വൈ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മളെ റൊട്ടേറ്റ് ഇരിക്കുന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ വൈ എന്ന ഓപ്ഷനിൽ ടിക്ക് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒരു പ്രസ് ചെയ്യുമ്പോൾ ഈ ആരോ മാർക്ക് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതൊന്ന് ഇവിടെ താഴെ ആയിരിക്കും. അപ്പോൾ ഇതിനെ
ഈ പോയിന്റ് നമ്മൾ ഇവിടെ പിടിച്ച് വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് ഒരു പച്ച ഒരു ഡോട്ട് കാണും. അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഡോട്ട് വരും. തിരിച്ച് നമ്മൾ ഈ എൻഡിൽ കൊണ്ടുവച്ചിട്ട് ആ പച്ചയിൽ പ്രസ് ഇവിടെ ഡോട്ട്, ആ ഡോട്ടിന് നമ്മൾ പിടിച്ച് ഇതായപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നതാണ്. ഇതിപ്പം അതിനെ ഞാൻ തിരിച്ച് താഴെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാണ്. എന്ന് വെച്ചാൽ അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല ഒരു കറക്റ്റ് ലെവലിലുള്ള റൊട്ടേഷൻ അതിൽ കാണിക്കും. കാരണം ഇപ്പോൾ നമുക്ക് നോക്കാം, കണ്ടല്ലോ. അപ്പോൾ നമുക്കിനി ഓക്കെ, ഇനി നമുക്കിത് ഓക്കെ പ്രസ് ചെയ്യാം. നമുക്ക് ഓക്കെ കൊടുക്കുമ്പോൾ ഓക്കെ, നമുക്കിനി ഇവിടുന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി ഓക്കെ, നമ്മൾ എൻഡിൽ ആക്കിയിട്ടായിരിക്കണം എഡിയൂസിൻ്റെ ഒരു ചെയ്യേണ്ടത്. ഓക്കെ, നോക്കാം. പിന്നെ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ കാണാം മേളിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. നമുക്കിപ്പോൾ സൈസ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് സൈസ് കൂട്ടാം, അതൊന്നും വിഷയമല്ല. ഈ ഓപ്ഷൻ എടുക്കാം, അതിൽ കോപ്പി ഉണ്ട്. നമുക്ക് കോപ്പി ചെയ്തിട്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ഇതിനകത്ത് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോ ഇതായിട്ട് നമുക്കിപ്പോൾ പേസ്റ്റ് ആയിട്ടുണ്ട്. അതിനകത്ത് നീക്കി എടുത്താൽ മതിയാവും. ഉണ്ടല്ലോ, ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അത് കറക്റ്റ് റൊട്ടേറ്റ് പിന്നെയും കറക്റ്റായിട്ട് വന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ഈസിയായി ചെയ്യാം. നമുക്ക് എന്നിട്ട് ഇത് നമുക്ക് പഴയതുപോലെ തന്നെ നമ്മളിതിപ്പം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിതിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇത്രയും ജസ്റ്റ് ഞാൻ കാണിക്കാൻ വേണ്ടിയാണ് ഇത്രയും നോക്കുന്നത്. ഓക്കെ, ഇത്രയും നമുക്ക് എന്നിട്ട് ഇതിനെ നമുക്ക് എടുക്കാൻ കഴിയും. ഇതിലേക്കാണ് ഞാൻ കൊടുക്കുന്നത്. ഞാൻ ന്യൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓപ്ഷൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിനെ നമുക്ക് സേവ് ചെയ്യാം. ഇതൊരു എല്ലാവർക്കും സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ഓരോ വീഡിയോകളും നമ്മൾ യൂട്യൂബിൽ എടുക്കുമ്പോൾ അതെല്ലാം നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ നമ്മളെ ചാനലിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള. അങ്ങനെ എനിക്ക് തന്നെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഒരുപാട് പ്രാവശ്യം പിന്നെ ഒത്തിരി വീഡിയോകളും ഒത്തിരി കാര്യങ്ങളും നോക്കി കണ്ട് പഠിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ലോഗോ എങ്ങനെയാണ് നമ്മളെ വീഡിയോയുടെ മുകളിൽ നമുക്ക് എങ്ങനെ കറങ്ങി അല്ലെങ്കിൽ എങ്ങനെ മൂവ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ചാനലിൽ നിങ്ങളുടെ ലോഗോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും, അതിന് നിങ്ങൾക്ക് സഹായമാകുമെന്ന് തീർച്ചയായിട്ടും എനിക്കൊരു വിശ്വാസമുണ്ട്. കാരണം നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ മിക്ക ആൾക്കാർക്കും സാധിക്കില്ല. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ നമുക്ക് ഡൗൺലോഡായ നോക്കാം. ഇപ്പം നമ്മൾ ചെയ്തതാണ്, ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടല്ലോ, നമ്മൾ ഈ ഒരു വർക്കാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞു തന്നത്. ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നത്.